തിലാവത്തുൽ ഖുർആൻ എന്നൊരു പ്രയോഗമുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഉത്ലു മാ ഊഹിയ ഇലൈക മിർ റബ്ബിക്, നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് വഴി ലഭിച്ചത് നീ പാരായണം ചെയ്യുക, നീ തിലാവത്ത് നടത്തുക. പക്ഷെ തിലാവത്തിന്റെ അർത്ഥം കേവലമായിട്ടുള്ള പാരായണം എന്നല്ല. തലാ യത്ലു എന്ന അറബി വാക്കിന്റെ അർത്ഥം അനുധാവനം ചെയ്യുക എന്നതാണ്. ഖുർആനിനെ അനുധാവനം ചെയ്യുക. എന്തുകൊണ്ടാണ് വായനക്ക് തിലാവത്ത് എന്ന് പറയുന്നത്? അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. അതുകൊണ്ടാണ് തിലാവത്ത് എന്ന് പറയുന്നത്. ആ കണ്ണുകളെ നമ്മുടെ ചുണ്ടുകൾ അനുധാവനം ചെയ്യുന്നു. അതാണ് തിലാവത്ത് എന്ന് പറയുന്നത്, അനുധാവനം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആ ചുണ്ടുകളെ, നമ്മുടെ ചുണ്ടുകളെ നമ്മുടെ മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നമ്മുടെ മസ്തിഷ്കങ്ങളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. അപ്പോ നമ്മുടെ ചുണ്ടുകളെ നമ്മുടെ മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു. പക്ഷെ മസ്തിഷ്കം മാത്രമല്ല അനുധാവനം ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ മസ്തിഷ്കങ്ങളെ നമ്മുടെ ഹൃദയം അനുധാവനം ചെയ്യുന്നു. നമ്മുടെ മസ്തിഷ്കങ്ങളെ നമ്മുടെ ഹൃദയം അനുധാവനം ചെയ്യുന്നു. എങ്ങനെയാണ് അനുധാവനം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ വചനം ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, വജിലത്ത് ഖുലൂബുഹും, നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്, ഇടറുകയാണ്. അതിങ്ങനെ ചഞ്ചലമായി, ചഞ്ചലചിത്തരായി തീരുകയാണ് നാം. ഖുർആൻ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹൃദയം ചഞ്ചലചിത്തമായി മാറുന്നു എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. മാത്രല്ല, ഇത് പാരായണം ചെയ്യുന്ന സമയത്ത്, പാരായണം ചെയ്യുന്ന കേൾക്കുന്ന സമയത്ത് കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്, കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്. ആലോചിച്ചിട്ട്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, സ്വർഗത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, നരകത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, മുൻകഴിഞ്ഞ തലമുറകളെ അധമ മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, അവരനുഭവിച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ച് ആലോചിച്ചിട്ട്, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് കണ്ടു വരികയാണ്. കണ്ണിങ്ങനെ കണ്ണുനീരൊലിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ തൊലികളടക്കം ഇളമിച്ചു പോവുകയാണ്, മൃദുലമായി പോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളും തൊലികളും ഇളമിച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റൊരവസ്ഥ വന്നു ചേരുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ അക്ഷരങ്ങളെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു, കണ്ണുകളെ ഹൃദയം, മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു, മസ്തിഷ്കത്തെ ഹൃദയം അനുധാവനം ചെയ്യുന്നു, ഹൃദയത്തെ തൊലികൾ അനുധാവനം ചെയ്യുന്നു, തൊലികളെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. എന്നിട്ട് അവസാനം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ശരീരമൊന്നടങ്കം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സുജൂദിൽ വീണു പോവാണ്. ഇതാണ് തിലാവത്ത് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആശയം. നിങ്ങൾ